ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാൻ വീട്ടുകാരുടെ പോയിട്ട് കണിച്ചളകര അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഉത്സവമാണ്. അപ്പം തീരാറായി ഉത്സവമൊക്കെ. അപ്പം വെറുതെ ഒന്ന് പോയതായിരുന്നു. ഇന്നലെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പം ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ ആദ്യ യാത്രയാണ് കണിച്ചളകര അമ്പലത്തിൽ. അപ്പം അവിടെ പോയി ദേവിയെ കണ്ട് ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചു, കാണിക്കട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ സബ്സ്ക്രൈബറായ ഒരു ചേച്ചിയുണ്ട്, ലാലി ചേച്ചി, ആർത്തിങ്കലാണ്. അപ്പം ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു. വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ വീട് കാരണം ഒരുപാട് ഇരുട്ടായിപ്പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് ചേച്ചീൻ്റെ വീട്ടിൽ ചെന്നപ്പം ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ചേച്ചിയും ചേച്ചിയുടെ മോളും ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ആളുടെ പേര്, ചാനലിൻ്റെ പേര് ദ മോംസ് ചാനലാണ്. അപ്പം ചേച്ചി എന്നെ കൂടെ പഠിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ചേച്ചി എന്നെ പരിചയപ്പെടുന്നത്. കുറേ കാലമായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ തമ്മിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് അറിയാം. അപ്പം അങ്ങനെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോയി ചായ കുടിച്ചു. അങ്ങനെ തിരിച്ചു പോന്നു ഞങ്ങൾ. അപ്പം ഇന്നത്തെയുള്ള ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയുക. അപ്പം ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഹൈവേയിലെ പണിയൊക്കെ നല്ല ക്ലീനായിട്ട് നടക്കുന്നുണ്ട്. ഹൈവേ ഒക്കെ കണ്ടാൽ തന്നെ ഇപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പരുവത്തിലാണ് ഹൈവേ ഒക്കെ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമ്മുടെ ഹൈവേയിലെ പണി പുരോഗമിക്കുന്നത്. അതിൻ്റേതായ ബ്ലോക്കുകളും കാര്യങ്ങളും ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഹൈവേ ഇപ്പം കണ്ടാൽ നമ്മുടെ നാടാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത അത്രയും നല്ലൊരു വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈവേയുടെ സൈഡിലൊക്കെ റോഡൊക്കെ എടുത്ത് നല്ല ക്ലീനാക്കി ചെയ്യുന്നുണ്ട്. 2 വർഷം കൂടി കഴിയുമ്പോഴത്തേക്കും പണിയൊക്കെ തീരുമെന്നാണ് വിശ്വാസം. പലരും അതിൻ്റെ ഇടയിൽ മരണപ്പെടുന്നുണ്ട്. അരൂര് മുതൽ തുറവൂര് വരെയുള്ള എവിലിയേറ്റഡ് ഹൈവേയുടെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് പലരുമൊക്കെ മരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഓരോരുത്തരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് പലർക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിയെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ സ്ഥലം കാര്യങ്ങൾക്കൊക്കെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്ര ബ്ലോക്കാണേലും എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് നമുക്ക് പോയാലേ പറ്റുള്ളൂ. എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണേലും. കണിച്ചളകര അമ്പലത്തിലെ ചിക്കനിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വഴിപാടായതുകൊണ്ട് തന്നെ അവന് കുറേ മിഠായിയൊക്കെ തന്നിട്ടാണ് വിട്ടത്. ഒത്തിരി കുട്ടികൾ ചിക്കനിരിക്കുന്നുണ്ട്. എല്ലാ ഫാമിലീസിലാണെങ്കിലും എല്ലാത്തിലും അവരുടെ മക്കളൊക്കെ ചിക്കനൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ എല്ലാം ആയുരാരോഗ്യം നേരുന്നു. എല്ലാ അസുഖങ്ങളും മാറി എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് അവർക്കും ആശംസിക്കുന്നു. അപ്പം ഉത്സവം കഴിഞ്ഞു. ഇനി ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ ഉത്സവം കാണുള്ളൂ. ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. എന്തായാലും പോയപ്പോൾ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അപ്പം എന്തായാലും ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുവാണ്. വേറൊരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. പുതിയ അടിപൊളി വ്ളോഗുകളൊക്കെ വരാനുണ്ട്. വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് പോയൊരു യാത്രയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള വ്ളോഗുകളൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പാട് പെടുന്നുണ്ട് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് വേറെ ഒരു മാർഗമില്ല. കാരണം കുഞ്ഞുള്ളതുകൊണ്ട്
നമുക്ക് അത്ര അതിനനുസരിച്ചിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാണിച്ചുകുളങ്ങര അമ്പലമാണിത്. ഒത്തിരി ചിക്കനൊക്കെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലത് മാത്രം ദൈവം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം മോനുള്ളതുകൊണ്ട് തന്നെ ഒത്തിരിയൊന്നും വീഡിയോസ് എടുത്തില്ല. എന്നാലും അത്യാവശ്യമുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളെടുത്ത് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നാനി ചേച്ചിയുടെ വീട്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ ആണിത്. ബാക്ക് സൈഡ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. നല്ല വീടൊക്കെയാണ് ചേച്ചിയുടെ. ഒരുപാട് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, തറവാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വേറൊരു ദിവസം പോയി അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയാണ്, നമോം ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.